ഇന്നത്തെ വീഡിയോയിൽ ലോകമെമ്പാടുമുള്ള കോടിക്കണക്കിന് ആളുകളുടെ ജീവിതത്തെ സ്വാധീനിച്ച ദ പവർ ഓഫ് യുവർ സബ് കോൺഷ്യസ് മൈൻഡ് എന്ന പുസ്തകത്തെക്കുറിച്ചാണ് പറയുന്നത്. ഇതിൽ ജോസഫ് മർഫി പറയുന്നു, നമ്മുടെ ജീവിതം മാറ്റാൻ കഴിയുന്ന ഏറ്റവും വലിയ ശക്തി നമ്മുടെ ഉള്ളിൽ തന്നെയാണ്, നമ്മുടെ അബോധ മനസ്സിൽ. ഈ പുസ്തകത്തിൽ ജോസഫ് മർഫി പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതിൽ ഒന്നാണ്, നിങ്ങളുടെ ചിന്തകൾ നിങ്ങളുടെ ഭാവി നിർമ്മിക്കുന്നു. നമ്മൾ നിരന്തരം ചിന്തിക്കുന്ന കാര്യങ്ങൾ അബോധ മനസ്സിൽ പതിയുന്നു. പിന്നീട് അത് തന്നെയാണ് നമ്മുടെ പ്രവൃത്തികളെയും തീരുമാനങ്ങളെയും സ്വാധീനിക്കുന്നത്. നിങ്ങൾ എന്ത് ചിന്തിക്കുന്നു അതായി നിങ്ങൾ മാറുന്നു. നിങ്ങൾ എപ്പോഴും എനിക്ക് കഴിയില്ല എന്ന് പറയുകയാണെങ്കിൽ നിങ്ങളുടെ മനസ്സ് അതിനെ സത്യമായി സ്വീകരിക്കും. ജോസഫ് മർഫി അടുത്തതായി പറയുന്നത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ കുറിച്ചാണ്, അതായത് നമ്മുടെ അബോധ മനസ്സ്. അബോധ മനസ്സ് നല്ലതും ചീത്തയും വേർതിരിക്കില്ല. നമ്മൾ എന്താണോ നൽകുന്ന നിർദ്ദേശങ്ങൾ അതേപടി സ്വീകരിക്കും. അതുകൊണ്ട് ഞാൻ പരാജയപ്പെടും എന്നതിന് പകരം ഞാൻ ദിവസേന വളരുകയും വിജയത്തിലേക്ക് നീങ്ങുകയും ചെയ്യുന്നു എന്ന് പറയാൻ പഠിക്കണം. ഇനി വിഷ്വലൈസേഷൻ്റെ ശക്തിയാണ് ഈ ബുക്കിൽ പറയുന്നത്. നിങ്ങൾ ആഗ്രഹിക്കുന്ന ജീവിതം മനസ്സിൽ വ്യക്തമായി കാണുക. ഒരു ജോലി ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് നേടിയതായി സങ്കല്പിക്കുക. സമാധാനം ആഗ്രഹിക്കുന്നുവെങ്കിൽ മനസ്സിൽ ആ സമാധാനം അനുഭവിക്കുക. ജോസഫ് മർഫിയുടെ അഭിപ്രായത്തിൽ മനസ്സ് ആദ്യം കാണുന്നതാണ് ജീവിതം പിന്നീട് സൃഷ്ടിക്കുന്നത്. ഇനി ഉറങ്ങുന്നതിന് മുമ്പുള്ള നിമിഷങ്ങൾ, അത് വളരെയധികം വിലപ്പെട്ടതാണ്. കാരണം ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പ് അബോധ മനസ്സ് കൂടുതൽ സ്വീകരണശേഷിയുള്ള അവസ്ഥയിലായിരിക്കും. അപ്പോൾ നമ്മൾ ആ ടൈമിൽ നമ്മുടെ ലക്ഷ്യങ്ങൾ ഓർക്കുക, പോസിറ്റീവ് വാക്കുകൾ ആവർത്തിക്കുക, നന്ദി പ്രകടിപ്പിക്കുക. ഈ ബുക്കിൽ മർഫി ഭയത്തെയും വിശ്വാസത്തെയും കുറിച്ച് പറയുന്നുണ്ട്. അതിൽ നമ്മുടെ ഭൂരിഭാഗം ഭയങ്ങളും യാഥാർത്ഥ്യമല്ല, അവ പഴയ അനുഭവങ്ങളുടെയും നെഗറ്റീവ് ചിന്തകളുടെയും ഫലമാണ്. വിശ്വാസം വളരുമ്പോൾ ഭയം കുറയും. നിങ്ങളുടെ അബോധ മനസ്സ് നിങ്ങൾ വിശ്വസിക്കുന്നതിനെ യാഥാർത്ഥ്യമാക്കാൻ ശ്രമിക്കുന്നു. അതുകൊണ്ട് നിങ്ങളുടെ ചിന്തകളെ സൂക്ഷ്മമായി തിരഞ്ഞെടുക്കുക. ജീവിതം മാറ്റാൻ പുറംലോകം മാറേണ്ടതില്ല, ആദ്യം മാറേണ്ടത് നമ്മുടെ ഉള്ളിലെ ചിന്തകളാണ്.